ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ജലജയുടെ കട്ടയും പടവും ഒക്കെ പൊളിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആര്? നമ്മുടെ കനകദുർഗ. അപ്പോൾ ഇത്രയും ദിവസം കനകദുർഗനെ അങ്ങോട്ട് നമ്മുടെ ജലജ അങ്ങോട്ട് വാരി അലക്കല്ലായിരുന്നോ? ഇനി ഏതായാലും കനകദുർഗയാണ് ജലജേനെ വാരി അലക്കാൻ പോകുന്നത്. അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്താൻ പോവുകയാണ്. പിന്നെ തൻ്റെ മക്കളുടെ ജീവിതം സേഫ് ആക്കുവാൻ വേണ്ടി ഓരോ തന്ത്രങ്ങളൊക്കെ നമ്മുടെ കനകദുർഗ ഇനിയിപ്പം എന്താ പറയുക, ആ ഒരു തന്ത്രങ്ങളൊക്കെ പരിശ്രമിച്ച് ഏതായാലും ഇനിയിപ്പോൾ അവരുടെ ജീവിതം സേഫ് ആക്കണം. അപ്പോൾ അതിനുള്ള ഒരു വഴിത്തിരിവാണ് കേട്ടോ ഇനി നമ്മുടെ കനകദുർഗ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ അങ്ങ് കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയും അനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മുടെ കനകദുർഗ പറഞ്ഞു, എന്താണെങ്കിലും എൻ്റെ മോൾക്കൊരു ജീവിതം അത് ആദർശ് മോൻ കൊടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ എൻ്റെ മോളുടെ ജീവിതം സക്സസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത്രയും നല്ല സത്യസന്ധനായ ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. നമ്മുടെ കനകദുർഗയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാം, എങ്കിൽ പോലും അതൊന്നും പുറമെ കാണിക്കാതെ ഇങ്ങനെ ഓരോ എന്താ പറയുക ആദർശിൻ്റെ നല്ല ആ ഒരു ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ആദർശ് ഇത് കേട്ടുകൊണ്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ആദർശിന് സ്വയമേ ഒരു കുറ്റബോധം തോന്നണം. അപ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നത്, പക്ഷേ ഞാൻ ഇങ്ങനെയല്ലല്ലോ, നേരെ തിരിച്ചാണല്ലോ എന്ന ആ ഒരു ചിന്ത വരണം. അപ്പോൾ അതിനുവേണ്ടി ആയിരിക്കാം നമ്മുടെ കനകദുർഗ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഏതായാലും അനിയും പറഞ്ഞു വിഷമിക്കുകയൊന്നും വേണ്ട, നല്ലവർക്ക് എന്താണെങ്കിലും ഈശ്വരൻ നല്ലത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നയനയിടത്തേക്ക് നല്ലൊരു ജീവിതം കിട്ടും. പിന്നെ ആദർശേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ അറിയാലോ വല്യമ്മയുടെ സ്വഭാവത്തിന് ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വല്യമ്മയ്ക്കും കൂടെ നയനയിടത്തിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആദർശേട്ടൻ നയനയിടത്തിയെ പൊന്നുപോലെ നോക്കിയേനെ. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ നയന വന്നു കേട്ടോ. നയന വന്നിട്ട് പറഞ്ഞു, അതെ അമ്മ ഇങ്ങനെ വിഷമിക്കുകയൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എത്ര നാളാണ് എൻ്റെ ഇവിടുത്തെ ജീവിതം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇവിടുത്തെ ജീവിതം അവസാനിച്ചാലും ഞാൻ എന്നും ആദർശേട്ടൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും. ഈ താലിച്ചരട് എൻ്റെ കഴുത്തിൽ എന്നും കിടക്കും. അമ്മ സമാധാനമായിട്ടിരിക്കുക. അമ്മ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. പിന്നെ ആദർശേട്ടൻ്റെ മനസ്സ് മാറും. മാറാനുള്ള ആ ഒരു ഇത് ദൈവം കൊടുക്കും, കാരണം ഞാൻ അത്രമാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ നവ്യ വരുന്നത്. നവ്യയാണെങ്കിൽ നയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല നവ്യ പറയുന്നത്, നിൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ പോകാൻ കാരണം ഞാനാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുടുംബത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മളിപ്പം നന്നായിട്ട് ജീവിച്ചേനെ. അതുപോലെ അച്ഛൻ്റെ കടമൊക്കെ വീട്ടി നന്ദുവിനെ പഠിപ്പിക്കാനൊക്കെ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചീനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞപ്പം എനിക്കറിയാം നയനെ, ഞാൻ കാരണമല്ല സംഭവിച്ചത്. ഇപ്പം എല്ലാവരും സങ്കടപ്പെടുന്നത് ഞാൻ ഒറ്റയൊരുത്തി കാരണമാണ്. അതൊന്നും ഓർത്ത് ഇപ്പം എൻ്റെ ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അറിയാലോ, ഒരു കുഞ്ഞു ജീവൻ വയറ്റിൽ വളരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി മാത്രം ഇരിക്കണം, അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകദുർഗ കരഞ്ഞ് വിഷമത്തോടെ നിൽക്കുമ്പോഴത്തേക്ക് മുത്തശ്ശൻ വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് എന്താ കനകദുർഗയെ കരയുന്നത് എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ അനന്തമൂർത്തി. അപ്പം കനകദുർഗ പറഞ്ഞു, ഒന്നുമില്ല, അല്ല എന്തോ ഉണ്ട്, എനിക്കറിയാം, മക്കളെക്കുറിച്ചിട്ട് ഓർത്തിട്ട് തന്നെ ആയിരിക്കും ഈ സങ്കടമൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഈ കുടുംബത്തിലേക്ക് നല്ലൊരു മരുമകൾ വന്ന് കയറണമെന്ന്. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ചിലപ്പം എൻ്റെ നയനമോൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ നയനമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നയനമോളും ആദർശം നന്നായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം, അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇനി എൻ്റെ ജീവിതം, ശിഷ്ടകാല ജീവിതം ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. നവ്യയുടെ കാര്യം ഓർത്തിട്ടും വിഷമം കാണുമായിരിക്കും കനകദുർഗയ്ക്ക്, പക്ഷെ അതൊക്കെ അങ്ങ് മറന്നുകളാ. നവ്യയാണെങ്കിലും ഇപ്പോൾ കുറച്ച് മാറിയിട്ടൊക്കെ ഉണ്ടല്ലോ. ഇനി പതിയെ നവ്യ ഈ വീടിനോട് ഇണങ്ങി ചേർന്ന് പോകും. നയനെ പോലെ തന്നെ നല്ലൊരു മരുമകളായിട്ട് അവൾക്കിവിടെ നിൽക്കാനും സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശരി മുത്തശ്ശ എന്നൊക്കെയാണ് നമ്മുടെ കനകദുർഗ പറയുന്നത്. കാരണം മുത്തശ്ശൻ പറയുന്നതൊക്കെ കേട്ട് ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ കനകദുർഗ അവിടെ നിൽക്കുകയാണ്. ആ ഒരു കരച്ചിലൊക്കെ മാറ്റി ശേഷം ഒരു ഗ്ലാസ് ചായ ആയിട്ട് നമ്മുടെ ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതേ മോനെ ഇന്നാ ചായ എന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ചോ ആൻറ്റി എന്ന് പറഞ്ഞു. അവിടെ വെച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു, അതേ മോനെ എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മോനോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ മകൾക്കൊരു ജീവിതം കൊടുത്തല്ലോ. മോനെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ മകൾ ചെയ്ത ഏതോ ഒരു ജന്മപുണ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഭർത്താവിനെ എൻ്റെ മകൾക്ക് കിട്ടിയത്. ഇനി അടുത്ത ജന്മത്തിലും എൻ്റെ മകൾക്ക് മോൻ തന്നെ ഭർത്താവായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എനിക്ക് കാണേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം ദേ നവ്യയ്ക്കൊരു കുഞ്ഞുണ്ടായി. ഇനി നിങ്ങളുടെ കുഞ്ഞിനെയും കൂടി എനിക്ക് കാണണം. അതിനുവേണ്ടി എത്ര പേരിവിടെ ആശിക്കുന്നുണ്ടെന്നറിയാമോ? അതൊക്കെ ഇനി വൈകിക്കുന്നത് ശരിയല്ല. വിവാഹം കഴിഞ്ഞ് 3-4 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങും. ഇപ്പം ഇത്രയും നാളായിട്ടും ഒരു കുഞ്ഞുണ്ടായില്ലെന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങൾ ഇനി കൂടി വരും. അതുകൊണ്ട് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകരുത്. ആദർശ് മോൻ്റെ ഒരു കുഞ്ഞിനെ എൻ്റെ മോളുടെ വയറ്റിൽ ജനിക്കണം. നല്ല സ്വഭാവവും ആദർശ് മോൻ്റെ സ്വഭാവവും ഉള്ളൊരു ഒരു കുഞ്ഞ് തന്നെ ആയിരിക്കണം എൻ്റെ മോൾക്ക് ജനിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് ഈ തള്ള എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, തള്ളാന്നല്ല കേട്ടോ, ഈ സ്ത്രീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തോ ഉണ്ടല്ലോ, എനിക്ക് ഉറപ്പുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ടാണോ എന്ന രീതിയിലാണ് ആദർശ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഏതായാലും കനകദുർഗ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. കനകദുർഗ പോയി ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജയുടെ വരവ്. അങ്ങനെ ജലജ വന്നിട്ടോ സുഖ സൗകര്യമാണല്ലോ, ചായയും കുടിച്ച് കാലും നീട്ടി ഇവിടെ ഇരുന്നാൽ മതിയല്ലോ മേഡത്തിന് എന്ന് പറഞ്ഞപ്പം, അതേടി ഞാൻ ചായയും കുടിച്ച് കാലും നീട്ടി ഇവിടെ ഇരിക്കും, നിനക്ക് എന്താടീന്ന് ചോദിച്ചു. എടീന്നോ? എന്നെ എടീന്ന് വിളിക്കാൻ നീ ആരാടി? ഞാനേ ഇവിടുത്തെ 2 മരുമക്കളുടെ അമ്മയാ. പക്ഷേ ജലജെ, നിനക്ക് എന്ത് അവകാശം ഇവിടെ ഉള്ളത്? അല്ല, നിനക്ക് എന്തെങ്കിലും അവകാശം ഇവിടെ ഉണ്ടോ? എന്താടി നീ എന്നോട് പറഞ്ഞത്? അല്ല, നിന്നോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ചിലതൊക്കെ ഈ കനകദുർഗ അങ്ങോട്ട് അറിഞ്ഞെന്ന് നീ കൂട്ടിക്കോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നിന്നെക്കാളും അവകാശം ഈ വീട്ടിൽ എനിക്ക് തന്നെയാണ്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, എടി ധിക്കാരി, അത്രയ്ക്കായോടി നീ? നിന്നെപ്പോലെയുള്ള തോരപ്പന എലികളെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഓടിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കെണി വെച്ച് പിടിച്ച് വെള്ളത്തിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലിക്കുന്നു പറഞ്ഞപ്പം, അയ്യോ അങ്ങനെയല്ല തോരപ്പന എലികളെ കൊല്ലേണ്ടത്. തോരപ്പനലീനെ പിടിച്ച് അതിനെ അങ്ങോട്ട് വരഞ്ഞ് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം, എടി നീ എന്താണ് പറഞ്ഞത്? നീ ഇതിപ്പം എന്തോ ഡബിൾ മീനിങ് ഒക്കെ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. നീ എന്താ ഇത് എന്നെക്കുറിച്ച് പറഞ്ഞാണോ? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ വിശ്വസിച്ചോടി. പിന്നെയും നീ എന്നെ എടീന്ന് വിളിക്കുക അല്ലേ? എടീന്നല്ല, ചിലപ്പോൾ ഞാൻ പോടി വാടി എന്നൊക്കെ വിളിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല ജലജെ. കാരണം നിൻ്റെ അവകാശം അതൊന്നും ഞാനിപ്പോൾ ഇവിടെ എടുത്തിടുന്നില്ല. അതൊക്കെ അങ്ങ് പോട്ടെ. ഏതായാലും നീ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോ. അതിന് ഇവിടെ ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വരുന്നില്ല. പിന്നെ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ വന്നാൽ ഞാൻ നിന്നെ കാർന്ന് തിന്നും എന്ന് തന്നെ നമ്മുടെ കനകദുർഗ പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോടി എന്ന് ജലജ പറഞ്ഞു. അപ്പം കനകദുർഗ പറഞ്ഞു, കാണിച്ചു തരാം, എങ്കിൽ നീ ഒരു കാര്യം ഇപ്പം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിങ്ങോട്ട് കാറി കൂവിക്കൊണ്ട് ഓടി. അയ്യോ എന്നെ ജലജ അടിച്ചേ, എൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹോളിലേക്ക് ഓടുന്നത്. ഈ ഒച്ച കേട്ടിട്ട് നമ്മുടെ നയന വന്നിട്ട് എന്താ അമ്മ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്നുമോളെ എൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ആ ജലജ ഞെക്കി, എന്നെ തലങ്ങനും വിലങ്ങനും ഒക്കെ അടിച്ചു. ആദർശ് മോനെ ഓടിവാ, മുത്തശ്ശി ഓടിവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗ അങ്ങോട്ട് അലമുറയിട്ട് കരയുക. അങ്ങനെ പതുക്കെ മുത്തശ്ശിയും വന്നിട്ട്, എന്താ കനകദുർഗ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇനി എന്ത് പറ്റാനാ, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ലെന്ന്. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്നത്. ഇപ്പം അതിനുള്ളത് എനിക്ക് കിട്ടി. എനിക്ക് പേടിയാ, ഞാൻ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകുന്നു തോന്നില്ല. ഇവളുണ്ടല്ലോ കനകദുർഗ, അവളെൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ തലങ്ങനും വിലങ്ങനും ഒക്കെ അടിച്ചു. എൻ്റെ മുടിയൊക്കെ കിടക്കുന്നത് കണ്ടോ, മുടിക്ക് കുത്തിരി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ജലജ വന്നിട്ട്, അയ്യോ അച്ഛാ ഈ കനകദുർഗ വെറുതെ പറയുന്ന, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, നീ ഇതല്ലടി, നീ ഇതിനപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് ജലജ ഞാനൊരു കാര്യം പറയാം. കനകദുർഗ വീട്ടിൽ വന്ന അതിഥിയാ. ആ അതിഥീനെ മര്യാദയ്ക്ക് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാ ഉള്ളത്. പ്രത്യേകിച്ച് നിൻ്റെ
മരുമകളുടെ അമ്മയാണ്. അപ്പം വേറെ ആരെക്കാളും അവളെ പരിഗണിക്കേണ്ടത് നീയാണ്. അങ്ങനെ പരിഗണിച്ചില്ല എങ്കിൽ എൻ്റെ തനി സ്വഭാവം ജലജ നീ അറിയും. നിനക്ക് ഈ വീട്ടിൽ പൊറുക്കണമെന്നുണ്ടെങ്കിൽ, താമസിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് കേട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നീ താമസിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിന്നെയും നിൻ്റെ മകനെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. കൂടുന്നുണ്ട് കുറച്ച്. അല്ല, ഇവിടെ വന്ന മരുമക്കൾക്ക് എന്താ കുഴപ്പം? അപ്പം ദേവയാനി വന്നു. അപ്പം ദേവയാനി വന്നപ്പോഴത്തേക്കും ദേവയാനിയുടെ മുഖത്ത് നോക്കിയും പറഞ്ഞു, മുത്തച്ഛൻ ഞാനൊരു കാര്യം പറയാം. ഇവിടെ വന്ന മരുമക്കൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇവിടെ നിൽക്കുന്ന മരുമക്കളുടെ അമ്മായിയമ്മമാർക്കാണ് കുഴപ്പം. അതുകൊണ്ട് ഞാൻ പറയുക, ഇപ്പം ജലജ ചെയ്തു, ഇതുപോലെ ആര് ചെയ്താലും ഇനി ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി പറഞ്ഞു, അതിനച്ഛാ ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ല, പക്ഷേ നിൻ്റെ മനസ്സ് നിറയെ ചെയ്യണം എന്നുള്ളതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാനൊരു കാര്യം പറയാം. കനകദുർഗ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാ. അപ്പം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇനി ജലജ വേണം ഇനി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അവളുടെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം പോരാ, അവൾ ചായയൊക്കെ ചോദിച്ചാൽ അത് കൊണ്ടു കൊടുക്കണം. അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ നിൻ്റെ മകനും നവ്യയ്ക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കണം. അതാ നിനക്ക് തരുന്ന ശിക്ഷ എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ, ഇതച്ഛൻ ഞാനൊന്നും ചെയ്തില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട, നീ ഒന്നും ചെയ്തില്ല പോലും. നീ എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക, മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും അവിടെ നമ്മുടെ ജലജ പോയി, അതുപോലെ മുത്തശ്ശനും ഒക്കെ പോയി. പിന്നെ നവ്യയും നയനിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ജലജ അവിടെ നിൽപ്പുണ്ട് കേട്ടോ, ജലജ പോയില്ല. അപ്പം ജലജ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട്, നിന്നെ ഞാൻ എന്ത് ചെയ്തെന്നടി നീ പറയുന്നത്? നീ എന്തിനാടി, നീ ഉള്ളതാണോടി പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു ജലജയുടെ മുഖത്ത് നോക്കിയിട്ട്. അവിടെ നയനയും നവ്യയും നിൽപ്പുണ്ട് കേട്ടോ. ഏതായാലും ഇനിയിപ്പോൾ ബാക്കി എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.